ഗവർണറുമായുള്ള തർക്കങ്ങൾക്കിടെ രാജ്ഭവനിലെ പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജ്ഹംസിന്റെ പ്രകാശനം മുഖ്യമന്ത്രി നിർവഹിച്ചു. ഭരണഘടനയുടെ 200ാമായി ബന്ധപ്പെട്ട രാജ്ഹംസത്തിലെ ലേഖനത്തിലെ വിയോജിപ്പും മുഖ്യമന്ത്രി ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി. ലേഖനത്തിലെ അഭിപ്രായം സർക്കാരിന്റെ അഭിപ്രായമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, ഈ ഒരു വിവാദങ്ങൾക്കിടയിലും മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം അദ്ദേഹം ആ രാജഹംസത്തിലെ ആ ലേഖനത്തിലെ വിയോജിപ്പുമടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാളുകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തുന്നത്. അവസാനമായി ഇവരുടെ കൂടിക്കാഴ്ച ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര ദിവസമായിരുന്നു. അന്ന് ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് ഗവർണറായിരുന്നു. പിന്നീട് ഇരുവരും ഒരുമിച്ച് വേദി പങ്കിടുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ത്രൈമാസിക രാജഹംസം എന്ന പേരിൽ തിരുവനന്തപുരം രാജ്ഭവനിൽ നിന്നും പുറത്തിറക്കുന്നത്. മറ്റ് രാജ്ഭവനിലൊന്നും തന്നെ ഇത്തരത്തിലൊരു മാസികകളൊന്നും തന്നെ ഇല്ല. രാജ്ഭവന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അവിടെ എത്തുന്ന അതിഥികൾ, അവരുടെ കൂടിക്കാഴ്ചകൾ, രാജ്ഭവനിൽ തയ്യാറാക്കുന്ന ലേഖനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മാസികയാണ് ഈ രാജഹംസം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രകാശന കർമ്മത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം രാജ്ഭവനും മുഖ്യമന്ത്രിയുമായുള്ള വിയോജിപ്പ് വലിയ ശക്തി പ്രാപിച്ചത് ഈ ഭാരതാംബ ചിത്രവും ആണ് വലിയ തരത്തിലേക്ക് വിയോജിപ്പിലേക്ക് പോയിരുന്നത്. ആ വിയോജിപ്പ് കൂടി അടിസ്ഥാനത്തിൽ ആ ഭാരതാംബയുടെ ചിത്രം ഇന്ന് ഒഴിവാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ആ ഒഴിവാക്കുമെന്നൊരു വിവരവും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇന്ന് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രകാശന ചടങ്ങാണ് രാജ്ഭവനിൽ നടന്നതെന്ന് ഇവിടെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ മാസികയുടെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള ആശങ്കകളും ഒപ്പം വിയോജിപ്പും മുഖ്യമന്ത്രി പൊതുവേദിയിൽ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വാരികയിൽ അല്ലെങ്കിൽ ഈ ത്രൈമാസികയിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായും അത് രാജ്ഭവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ സർക്കാരുമായി ബന്ധപ്പെട്ടതോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതോ ആകില്ല എന്ന് വളരെ ശക്തിയുക്തം അദ്ദേഹം ഉന്നയിച്ചു. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു ഭരണഘടനയിലെ 200ാം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഗവർണറിൽ നിലനിൽക്കുന്ന അധികാരവും അത് ഉപയോഗിക്കുന്ന രീതിയും, പ്രത്യേകിച്ചും ബില്ലുകൾ പിടിച്ചു വെക്കുന്നത് ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ വലിയ ചർച്ചയും ഒപ്പം കോടതിയിൽ വ്യവഹാരവുമായിട്ടൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആശയങ്ങൾ ഒരു പക്ഷേ സർക്കാരിൻ്റെതായ ആശയങ്ങളല്ല, അത് എഴുതിയ ജേണൽ തയ്യാറാക്കിയിരിക്കുന്ന എഴുത്തുകാരന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുമായിരിക്കും. എന്നാൽ ഇതിനെ സർക്കാരിന്റെ ആശയങ്ങളെന്നോ കാഴ്ചപ്പാടുകളെന്നോ ഒരിക്കൽ പോലും പറയാൻ കഴിയില്ല. കാരണം സ്വതന്ത്രമായി രാജ്ഭവൻ പുറത്തിറക്കുന്ന ഒരു മാസിക ആയതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാടുകളാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഈ ആശയങ്ങളെ ഒരു കാരണവശാലും കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഒരു രീതി സർക്കാരിനില്ല, അല്ലെങ്കിൽ ഇട സർക്കാരിനില്ല. അതേസമയം വിയോജിപ്പുകൾ എന്താണോ അത് അംഗീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അത്തരത്തിൽ അദ്ദേഹം വ്യക്തമായി അത് സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്ഭവനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായുള്ള വിയോജിപ്പുകൾ തുടരുമ്പോഴും ഒരു ഒത്തുചേരൽ അത് വളരെ ശ്രദ്ധേയമായി മാറപ്പെടുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ചടങ്ങുകൾ ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലായി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രിയും ഗവർണറുമായി കൂടിക്കാഴ്ചകളോ അല്ലെങ്കിൽ രാജസൽക്കാരമോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഇപ്പോൾ ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ശരി, ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്. ഗവർണറുമായുള്ള തർക്കങ്ങൾക്കിടെ രാജ്ഭവനിലെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ രാജ്ഭവന്റെ ത്രൈമാസികയായ രാജ്ഹംസത്തിലെ ലേഖനത്തെ ചൊല്ലിയുള്ള വിയോജിപ്പും മുഖ്യമന്ത്രി ചടങ്ങിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ലേഖനത്തിലെ അഭിപ്രായം, അതായത് ലേഖനം എന്ന് പറയുന്നത് ഭരണഘടനയുടെ 200ാം വകുപ്പുമായി ബന്ധപ്പെട്ട ലേഖനമാണ്. ആ ലേഖനത്തിലെ അഭിപ്രായം സർക്കാരല്ല എന്നുള്ളതും കൂടി മുഖ്യമന്ത്രി ചടങ്ങിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ചടങ്ങിൽ സംസാരിച്ച ആ വിയോജിപ്പ് പ്രകടിപ്പിച്ച ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇതിൽ ഭരണഘടനയുടെ 200ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ
ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നു എന്ന് ആരും കരുതേണ്ടതില്ല. ഇവിടെ പ്രശ്നം ഇതാണ്: വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ, കഴുത്ത് ഞെരിച്ച് കൊല്ലണോ? ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്.